ജനസംഖ്യയുടെ 90% പ്രവാസികളുള്ള രാജ്യമായി UAE നിർണായക നീക്കത്തിനൊരുങ്ങുന്നു. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി കൂടുതൽ മേഖലകളിൽ UAE പൗരന്മാർക്ക് തൊഴിൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 2000-ലാണ് സ്വദേശിവൽക്കരണം രാജ്യത്ത് ആരംഭിച്ചത്. 2030-ഓടെ ഇൻഷുറൻസ് മേഖലയിൽ 60% വരെ സ്വദേശികളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോൾ രാജ്യം ലക്ഷ്യമിടുന്നത്. ഇന്നലെ ചേർന്ന ഫെഡറൽ നാഷണൽ കൌൺസിൽ സെഷനിൽ UAE ധനകാര്യ സഹമന്ത്രി മുഹമ്മദ് അൽ ഹുസൈനിയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇൻഷുറൻസ് മേഖലയിൽ എമിറേറ്റൈസേഷൻ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. 2025 ജൂൺ 1 വരെയുള്ള കണക്കനുസരിച്ച് UAE ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്ന 9773 പേരിൽ 2159 സ്വദേശികളാണ്. ഇത് 22.09% എമിറേറ്റൈസേഷൻ നിരക്കിന് തുല്യമാണ്. 2022-ൽ 13.34%, 2024-ൽ 21.64%. 2026 ആകുമ്പോഴേക്കും സ്വദേശിവൽക്കരണം 30% ഉയർത്താനും ഭാവിയിൽ പ്രതിവർഷം 3% കൂടുതൽ വളർച്ച കൈവരിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് എന്ന് മുഹമ്മദ് അൽ ഹുസൈനി പറഞ്ഞു. ഇനി എന്താണ് എമിറേറ്റൈസേഷൻ എന്ന് നോക്കാം. തൗഥീൻ എന്നറിയപ്പെടുന്ന എമിറേറ്റൈസേഷൻ അഥവാ സ്വദേശിവൽക്കരണം തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ UAE പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർക്കാരിന്റെ തന്ത്രപരമായ നീക്കമാണ്. രാജ്യത്തിന്റെ സുസ്ഥിരത, മത്സരശേഷി, വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. രാജ്യത്തെ പ്രവാസികളുടെ എണ്ണം വളരെ കുറവായതിനാൽ സ്വകാര്യ മേഖലകളിൽ സ്വദേശികളുടെ എണ്ണം വളരെ കുറവാണ്. സ്വദേശിവൽക്കരണം UAE-യിലുടനീളം എല്ലാ എമിറേറ്റുകളിലും ബാധകമാണ്. സ്വദേശിവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നതിനായാണ് നഫീഫ് എന്നറിയപ്പെടുന്ന എമിറാറ്റി ഹ്യൂമൻ റിസോഴ്സ് കോമ്പറ്റീവ്നെസ് കൌൺസിൽ സ്ഥാപിച്ചത്. സ്വദേശികൾക്ക് ജോലി നൽകുന്നതിന് നഫീസ് കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുന്നു. ഇതിലെന്തെങ്കിലും ലംഘനം വരുത്തിയാൽ കർശനമായ ശിക്ഷകൾ അനുഭവിക്കേണ്ടിയും വരും. അതിനിടെ സമാനമായ നീക്കത്തിൽ സൗദിയും രംഗത്തെത്തിയിരുന്നു. നേരത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ 14 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ബ്ലോക്ക് വർക്ക് വിസ നൽകുന്നത് സൗദി അറേബ്യ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഹജ്ജ് സീസൺ കണക്കിലെടുത്ത് 2025 ജൂൺ അവസാനം വരെ ഈ തീരുമാനം തുടരുമെന്നാണ് വിവരം. പുതിയ തീരുമാനം പ്രാബല്യത്തിലായതോടെ തൊഴിലാളികളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇത് വിവിധ കമ്പനികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ്. സൗദി മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് ബ്ലോക്ക് വിസ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനമെടുത്തത്. രാജ്യത്തെ വിവിധ കമ്പനികൾ ജീവനക്കാരെ കൂട്ടത്തോടെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വിസകളിലൊന്നാണിത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള സംവിധാനം ലേബർ മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമായ കവ്വയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വിസയ്ക്ക് വിലക്കേർപ്പെടുത്തിയ 14 രാജ്യങ്ങളിൽ നിന്ന് കമ്പനികൾക്ക് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല. നേരത്തെ അനുവദിച്ച വിസകൾ പ്രോസസ് ചെയ്യാൻ ഇനി കാലതാമസം എടുത്തേക്കാം. സൗദിയുടെ പുതിയ തീരുമാനം കെട്ടിട നിർമ്മാണ മേഖലയിൽ കനത്ത തിരിച്ചടിക്ക് കാരണമായേക്കാം. ഈ 14 രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ ഏറ്റവും കൂടുതൽ ജോലി നോക്കുന്ന മേഖലകളിൽ ഒന്നാണിത്. നിലവിൽ അപേക്ഷിച്ച വർക്ക് വിസ ലഭിക്കാൻ കാലതാമസം എടുത്തേക്കും. ചിലപ്പോൾ വിസ നിരസിക്കാനും സാധ്യതയുണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ ഇതുവരെ പ്രവേശിച്ചിട്ടില്ലാത്ത സാധുവായ തൊഴിൽ വിസയുള്ള വ്യക്തികൾക്ക് അതിർത്തിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നേക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നൈജീരിയ, ഈജിപ്ത്, അൾജീരിയ, സുഡാൻ, എത്യോപ്യ, ടുണീഷ്യ, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, യമൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഇപ്പോൾ വിസ നിഷേധിച്ചിരിക്കുന്നത്. സൗദിയുടെ ഇപ്പോഴത്തെ തീരുമാനം വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങൾക്കിടയിൽ കാര്യമായ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സൗദി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും ടൂറിസം പോലുള്ള മേഖലകളിൽ സ്വദേശികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് പൗരന്മാർക്കിടയിൽ തൊഴിൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.